ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കൊളമാൻ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അഡ്മിക്കിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുടിയെടുക്കുക കുഞ്ഞിന്. അപ്പം മുടിയെടുക്കാനായിട്ട് അമ്പലത്തിലോട്ട് പോകും. ഇവിടെ തമിഴ്നാട് ഉള്ള കുമാരകോവിൽ എന്ന് പറയുന്ന ഒരു അമ്പലമാണ്. അപ്പം അമ്പലത്തിലോട്ട് പോയിട്ട് പോവാം. ഏകദേശം ഒരു 7 മണിയോളമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഏറ്റവും എളുപ്പം ഞങ്ങൾക്ക് ഈ ഹൈവേ വഴിയാണ് പോകാനാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. ഡയറക്റ്റ് നമുക്ക് കളിയിക്കാവിള ആ ഭാഗത്തോട്ട് എത്താനായിട്ട് പറ്റും. ഏകദേശം കുമാരകോവിലോട്ട് എത്താൻ ഏകദേശം ട്രിവാൻഡ്രത്തു നിന്നും കുമാരകോവിൽ ഒരു ഏകദേശം ഒരു 65 കിലോമീറ്ററിനകത്ത് ആവും. ബസ്സിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് തക്കലയിൽ നിന്ന് അവിടെ നിന്നൊരു മിനി ബസ് ഈ അമ്പലത്തിലോട്ട് പോകാനായിട്ട് കാണും. ആ മിനി ബസ്സിലോട്ട് കയറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തിയതിന് ശേഷം മുടിയെടുക്കാനായിട്ട് ഷേവ് ചെയ്യാനായിട്ട് ഹെയർ ഒന്ന് ഷേവ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. ആൾ കുഴപ്പമില്ലാതെ ഇരുന്നു കേട്ടോ. വലിയ ഇതൊന്നുമില്ല, കരച്ചിലൊന്നും ഇല്ലായിരുന്നു. ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. നവരാത്രി മഹോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യപ്പെട്ട ഒരു അമ്പലം കൂടെയാണ് ഈ കുമാരകോവിൽ. കുമാരസ്വാമി വെള്ളിക്കുതിരയിൽ കൊണ്ട് കാൽനട യാത്രയായിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന ഒരു ഐതിഹ്യവും കൂടെ നവരാത്രി ഉത്സവ സമയത്ത് ഉണ്ട്. മുരുകൻ വേഷം മാറി വള്ളി ദേവിയെ വിവാഹം കഴിക്കാനായിട്ട് എത്തിച്ചേർന്നു എന്നാണ് പുരാണ കഥയിൽ പറയപ്പെടുന്നത്. കൂടാതെ ഏകദേശം 3000 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു അമ്പലവും കൂടിയാണ്. അങ്ങനെ അന്വിയുടെ മുട്ടയടി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അന്വിക്കൊരു കൂട്ടായിട്ട് സൈഷന്യമ്മ മുട്ടയടിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാൾ കുഞ്ഞിലെ ഇങ്ങനെ മുട്ടയടിച്ചിട്ടില്ല. അപ്പം ഒന്ന് മുടി കുറവാണ്, അങ്ങനെ മുടി ഒന്ന് വളരാൻ പറ്റുമോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ജസ്റ്റ് ഒന്ന് മുട്ടയടിക്കുകയാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ട നാളുകൾ. കാരണം വെച്ചാൽ ഇവിടെ മുരുകൻ്റെ വള്ളിയുടെയും വിവാഹം കഴിഞ്ഞ ആ മാസങ്ങൾ മാർച്ച് ഏപ്രിൽ മാസം എന്നാണ് പറയുന്നത്. അത് ഇന്നും അവർ ആ ഒരു പ്രാചീനമായിട്ടുള്ള ഒരു ഐതിഹ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുട്ടയടി കഴിഞ്ഞ് അവർ പിന്നെ കുളിക്കാനായിട്ട് കുളത്തിൽ പോയി. ഞാൻ ആ ടൈമിൽ 1-2 സീനറിയൊക്കെ ഉള്ളതുകൊണ്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവർ തമ്മിൽ അച്ഛനും മോനും ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് അമ്പലത്തിലോട്ട് തൊഴാനായിട്ട് പ്രവേശിക്കുക. നല്ല വെയിലായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഞാൻ പറയുന്നത് ഇവിടെ എനിക്ക് വയ്യ എടുത്തുകൊണ്ട് കയറാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തട്ടം മേടിച്ചായിരുന്നു. തട്ടത്തിൽ വേണ്ടിയിട്ടുള്ള രസീതും കാര്യങ്ങളും ഒക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് പിന്നെ അകത്ത് കൊണ്ടുപോയി തട്ടമെല്ലാം കുഴിച്ച് മേടിച്ചു, തൊഴുത്തിറങ്ങി.
ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. ദൃഷ്ടിദോഷം മാറാനായിട്ട് ഉണ്ണിക്കുട്ടനെ കുഞ്ഞാറ്റനെ ഒഴിഞ്ഞിട്ട് അത് അവിടെ സമർപ്പിക്കുക, ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ട്. ആ കാണുന്ന മലയാണ് വെള്ളിമല എന്ന് പറയുന്നത്. അതായത് ഈ മുരുകൻ്റെ ഐതിഹ്യത്തിൽ മുരുകൻ ഈ വള്ളീനെ ഈ മലയിലോട്ട് വന്നു സ്നേഹിച്ചു, വേഷം മാറിയാണ് വരുന്നത്. അപ്പം അന്ന് സ്നേഹിച്ച് വേഷം മാറി വന്നപ്പോഴത്തേക്കും സ്നേഹിച്ചു, അങ്ങനെ നാട്ടുകാരും സമ്മതിച്ചില്ല, എതിർത്തു. പിന്നീടാണ് അറിയുന്നത് ഇത് ഭഗവാനാണ് എന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു ഐതിഹ്യ കഥയും കൂടെ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ മാർച്ച് മാസങ്ങളിലാണ് ഈ കല്യാണം നടന്നത്. അതുകൊണ്ടാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇന്നും ഈ പ്രാചീനമായിട്ടുള്ള ഈ വിശ്വാസം അവർ നിലനിർത്തുന്നത്. അങ്ങനെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങുകയാണ്. തൊഴുതെല്ലാം കഴിഞ്ഞു. അങ്ങനെ അമ്മ അവിടെ കിട്ടുന്നൊരു സംഭവമാണ് അപ്പളം എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ വില ചോദിക്കുകയാണ്. ഞാൻ അതിൻ്റെ അടുത്ത് ഒരു കളിപ്പാട്ടം എടുത്തിട്ട് എനിക്ക് ഇത് ചെയ്യുമ്പോൾ കുലുക്കുമ്പോഴത്തേക്ക് കത്തുന്ന ഒരു സംഭവമാണ്, ലൈറ്റ് കത്തുന്ന ബോണാണ്. അങ്ങനെ അത് ഞാൻ കത്തിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ ആ കടക്കാരൻ തന്നെ അത് എറിഞ്ഞ് അത് കത്തിച്ചു കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ കരിപ്പട്ടിയും ശർക്കര അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വില കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കരിപ്പട്ടിയും ശർക്കരയൊക്കെ മേടിച്ചു. ഈ തമിഴ്നാട് വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള മലനിരകളും പാടങ്ങളും. അങ്ങനെ കുറച്ച് ഗ്രാമീണ ഭംഗിയും ആസ്വദിക്കാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം പോകുന്ന വഴി തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ മുടിയെടുപ്പ് കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.